നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയ മാറ്റങ്ങളിലേക്കുള്ള ചുവടുവയ്പിലാണ് ഗൾഫ് മേഖല. ഏതൊരു രാജ്യത്തായാലും സ്വദേശിവൽക്കരണം ശക്തമാകുമ്പോൾ വിദേശികൾ പുറത്തു പോകേണ്ടി വരിക എന്നത് സ്വാഭാവികം മാത്രം. ഓരോ രാജ്യത്തും സ്വദേശിവൽക്കരണ പ്രക്രിയ അതിദ്രുതം നടക്കുകയാണ് താനും. ബിനാമി ബിസിനസ് അവസാനിപ്പിക്കുകയും ഫ്രീ വിസയ്ക്ക് പൂട്ടുവീഴുകയും ചെയ്യുന്നതോടെ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ മറുവഴികൾ തേടേണ്ടി വരും. സവിശേഷ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവർക്ക് മാത്രമായി ഗൾഫ് തൊഴിൽ വിപണി ചുരുങ്ങാൻ അധികകാലമെടുക്കില്ല. UAE-യിൽ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ എമിറേറ്റൈസേഷൻ ചട്ടങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിതല പ്രമേയം നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എമിറേറ്റൈസേഷൻ നിരക്ക് ഉയർത്താനുള്ള UAE ക്യാബിനറ്റ് പ്രമേയത്തിന് അനുസൃതമായി 2022 നിശ്ചയിച്ചിട്ടുള്ള 2% എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് സാമ്പത്തിക പിഴകൾ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. 2026 അവസാനത്തോടെ എമിറേറ്റൈസേഷൻ നിരക്ക് 10%-ലെത്തും എന്നാണ് മന്ത്രാലയം അറിയിച്ചത്. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾക്ക് പിഴകൾ ഒഴിവാക്കുന്നതിന് 2% സ്വദേശികളെ നിയമിക്കേണ്ടത് നിർബന്ധമാണ്. നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് നിയമനം ലഭിക്കാത്ത ഓരോ UAE പൗരനും എന്ന രീതിയിൽ പ്രതിമാസം 6000 ദിർഹം പിഴ ചുമത്തും. നിലവിൽ 50 തൊഴിലാളികൾക്ക് ഒരാളെന്ന നിലയിലാണ് സ്വദേശി നിയമനം നടത്തേണ്ടത്. ഇത്തരത്തിൽ 2026ഓടെ സ്വദേശിവൽക്കരണം 10%-ആയി ഉയർത്താനാണ് നടപടിയെടുക്കുന്നത്. വർഷത്തിൽ 12000 സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സ്വദേശിവൽക്കരണം നടത്താത്ത കമ്പനികൾക്ക് ജനുവരി 1 മുതൽ പിഴ ചുമത്തുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഓരോ സ്വദേശി ജീവനക്കാരനും മാസം 6000 ദിർഹം എന്ന നിരക്കിൽ വർഷം 72000 ദിർഹമാണ് കമ്പനികൾ പിഴയായി നൽകേണ്ടി വരുന്നത്. കമ്പനിയിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് പിഴത്തുക വർദ്ധിക്കുകയും ചെയ്യും. 2026 വരെ പ്രതിമാസ പിഴത്തുക മൂല്യം പ്രതിവർഷം 1000 ദിർഹം എന്ന നിരക്കിൽ ക്രമാനുഗതമായി ഉയർത്തുകയും ചെയ്യും. പിഴ ഒറ്റ ഗഡുവായി തന്നെ അടയ്ക്കണം. ഒരു സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്ത UAE പൗരൻ രാജിവെച്ചാൽ എമിറേറ്റൈസേഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് കമ്പനിക്ക് മറ്റൊരു UAE പൗരനെ തന്നെ പകരം കൊടുക്കേണ്ടതുണ്ട്. എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കമ്പനികൾക്ക് മന്ത്രാലയം ഫീസിൽ 80% വരെ കിഴിവുകളും മറ്റ് പ്രധാന ആനുകൂല്യങ്ങളും നൽകുന്നതായിരിക്കും. അതേസമയം എമിറാത്തികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യവും നൽകുന്നുണ്ട്. 2% എമിറാത്തികളെ നിയമിക്കുന്ന കമ്പനികളിൽ സ്വദേശി GCC പൗരന്മാരെ നിയമിക്കുമ്പോൾ വർക്ക് പെർമിറ്റിന് പണം നൽകേണ്ടതില്ല. ഇരട്ടി സ്വദേശികളെ നിയമിക്കുന്നവർക്കും വർക്ക് പെർമിറ്റിന് ഇളവുണ്ടാകും. ആഭ്യന്തര കലാപങ്ങളും ശീതസമരങ്ങളും പൊതുവെ ഗൾഫ് മേഖലകളിൽ കുറവാണ്. രാഷ്ട്രീയമായ സ്ഥിരതയും സാമ്പത്തിക സുസ്ഥിരതയുമാണ് കോവിഡ് ഉയർത്തിയ വലിയ വെല്ലുവിളിയെ പോലും വികസിത രാജ്യങ്ങൾക്കൊപ്പം നിന്ന് നേരിടാൻ ഈ രാജ്യങ്ങളെ സഹായിക്കുന്നതും. മിക്ക രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനും ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിദേശികളുടെ ആശ്രയം കൂടിയായ ഗൾഫ് രാജ്യങ്ങൾ സാമൂഹിക രംഗത്തും വലിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. വികസനത്തിന്റെയും പുരോഗതിയുടെയും സൂചകങ്ങൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് തന്നെയാണ്. സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറെ മുന്നോട്ടു പോയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര രംഗത്ത് സന്തുലിതം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശക്തിയാർജിക്കുന്നതും. സ്വദേശി വിദേശി അനുപാതം ക്രമീകരിക്കാനുള്ള നീക്കങ്ങളിൽ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ മുന്നോട്ടു പോയിട്ടുണ്ട്. സൗദിയും ഈ വഴിയിൽ തന്നെയാണ്. സാമൂഹിക സമാധാനത്തിന് തൊഴിലില്ലായ്മ ഇല്ലാതാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇനിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു. ഗൾഫിൽ സ്വദേശികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ സാമൂഹിക അന്തരീക്ഷത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഉദാരമായ രീതിയിൽ വിദേശികളെ സ്വീകരിച്ച രാജ്യമാണ് ഗൾഫിലേത്. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ കുടിയേറാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വരുന്നയാളുടെ സാമ്പത്തിക സ്ഥിതിയും വൈദഗ്ധ്യവും നോക്കിയായിരുന്നില്ല ഗൾഫ് രാജ്യങ്ങൾ പ്രവാസികളെ സ്വീകരിച്ചിരുന്നത്. വരുന്നയാളിൽ നിന്ന് രാജ്യത്തിന് എന്തെങ്കിലും നേട്ടം എന്നതിനേക്കാൾ ഉപരി അവർക്ക് എന്ത് സഹായം നൽകാം എന്ന സാഹോദര്യപൂർണമായ നിലപാടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നതും. അടിസ്ഥാന സൗകര്യ മേഖലയിലും മറ്റും വളരെ പിന്നാക്കമായിരുന്നു ഈ രാജ്യങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള മാനവവിഭവശേഷി അനിവാര്യമായിരുന്നു താനും. ഇന്ന് സ്ഥിതി ഏറെ മാറിയിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോടിക്കണക്കിന് കുടുംബങ്ങളെ അന്നമൂട്ടുന്നത് ഈ രാജ്യങ്ങൾ തന്നെയാണ്. എന്നാൽ ആഭ്യന്തര തൊഴിൽ വിപണിയിൽ സന്തുലിതം കൊണ്ടുവരാതെ ഈ രാജ്യങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ടെന്ന് സൗദി അധികൃതർ തന്നെ പുറത്തുവിടുന്ന കണക്കുകളിൽ പറയുന്നുമുണ്ട്. ഇതിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരും അതിൽ തന്നെ മലയാളികളുമാണ്.
സ്വദേശിയെ സാങ്കല്പിക ഉടമസ്ഥനാക്കി വെച്ച് സ്വന്തം പണം നിക്ഷേപിച്ച് ബിസിനസ് ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെട്ട പ്രവാസികൾക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല. ഇത്തരം ബിസിനസ് ചെയ്യുന്ന സൗദികളും വിദേശികളും ഒരുപോലെ കുറ്റക്കാരാകും. ഫ്രീ വിസയിൽ വന്ന് പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന രീതിയും ഇനി ശക്തമായി തടയും. ഇപ്രകാരം വിദേശികളെ പുറത്തുപോയി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സ്വദേശികൾക്കും കടുത്ത ശിക്ഷാ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഫ്രീ വിസ എന്നൊരു സമ്പ്രദായം പണ്ടുമുതലേ സൗദിയിലില്ല. മറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു വിസ സങ്കല്പമാണ് അത്. റിക്രൂട്ടിംഗ് ഏജൻസികൾ പ്രവാസികളെ കൊണ്ടുവരുന്നതും ഇങ്ങനെയാണ്. സ്പോൺസർ വിസ നൽകിക്കൊണ്ടിരിക്കുന്നയാൾക്ക് പുറത്തുപോയി സ്വന്തമായി ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ ഇനി കഴിയില്ല. സ്പോൺസർ എന്ന വാക്ക് തന്നെ സൗദി തൊഴിൽ നിയമത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. പകരം തൊഴിലുടമ എന്ന വാക്കാണ് ഇനി ഉപയോഗിക്കുന്നത്. അതായത് ആരാണോ വിസ നൽകിക്കൊണ്ടുവരുന്നത് അവരുടെ കീഴിൽ മാത്രം ജോലി ചെയ്യാം. ആയിരക്കണക്കിന് പ്രവാസികളെ ഈ നീക്കം ബാധിക്കുമെന്ന് ഉറപ്പാണ്. സൗദി മാത്രമല്ല, കുവൈത്തും UAEയും ബഹ്റൈനും ഒമാനുമൊക്കെ സ്വദേശിവൽക്കരണത്തിന്റെ പാതയിൽ തന്നെയാണ്. അനിവാര്യമായ ഈ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടുകയും ബദൽ മാർഗങ്ങൾ തേടുകയും മാത്രമേ ഇനി വഴിയുള്ളൂ. ഗൾഫ് മാറുമ്പോൾ തീർച്ചയായും നമ്മളും മാറേണ്ടി വരും.